ഹേ ഹലോ, ദിസ് ഇസ് മീ ആർ ജെ റാനിയ ഫ്രം റേഡിയോ BMC. ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഭാരത് മാതാ കോളേജിലെ സ്റ്റുഡൻസ് കൗൺസിലറായ സിസി മാമാണ്. കഴിഞ്ഞ 6 വർഷമായി മാം നമ്മുടെ കോളേജിൽ വർക്ക് ചെയ്യുന്നു. അതുകൂടാതെ 17 വർഷത്തെ എക്സ്പീരിയൻസ് കൂടിയുണ്ട് മാമിന്. ഈ മാസം മെൻ്റൽ ഹെൽത്ത് അവയർനെസ്സിന് വേണ്ടി ലോകം മുഴുവൻ മാറ്റിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് എൻ്റെ കൂടെ എന്നുള്ളത്. നമുക്ക് സിസി മാമിൻ്റെ അടുത്ത് മാമിൻ്റെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ മാമിന് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നും ചോദിച്ചറിയാം. സോ വെൽക്കം ടു ദ ഷോ മാം. മാം 17 വർഷമായിട്ട് മാം ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണ്. എന്താണ് മാമിനെ ഈ ഒരു ഫീൽഡിലോട്ട് വർക്ക് ചെയ്യാനായിട്ട് ഇൻസ്പയർ ചെയ്തത്? എന്തുകൊണ്ട് മാം ഇത് ചൂസ് ചെയ്തു എന്നൊന്ന് പറയാമോ? ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഇൻ മൈ ലൈഫ്. ഞാൻ ആക്ച്വലി സൈക്കോളജി എടുക്കണമെന്ന് വിചാരിച്ചൊരു വ്യക്തിയല്ല. എൻ്റെ കാലഘട്ടത്തിൽ, അതായത് ഒരു 20 ഇയേഴ്സ് മുമ്പ് എന്നൊക്കെ പറഞ്ഞാൽ സൈക്കോളജി എല്ലാവരും ലാസ്റ്റ് ഓപ്ഷനായിട്ട് വയ്ക്കുന്നൊരു സബ്ജക്റ്റായിട്ടാണ്. ഇന്നത്തെ അത്രയും അതിനൊരു ഇമ്പോർട്ടൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എൻജിനീയറിങ്ങും അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഞാൻ വളർന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു കൂട്ടുകുടുംബം ആണ് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത്. സോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ആൾക്കാരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ആൾക്കാരുടെ ഫീലിങ്സൊക്കെ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഞാൻ. അപ്പോൾ കുഞ്ഞിലേ മുതൽ ഞാൻ മൂത്ത മകളായത് കാരണം ഐ ഹാഡ് സോ മെനി കസിൻസ്. അപ്പോൾ അവരെല്ലാവരും എൻ്റെ അടുത്തായിരിക്കും കുറേ കൂടി കംഫർട്ടബിളായിട്ട് കുറേ കാര്യങ്ങൾ ചോദിക്കാറുള്ളത്. സോ അത് ഐഡൻറ്റിഫൈ ചെയ്തത് എൻ്റെ അമ്മയുടെ ബ്രദറാണ്. അപ്പം മാമൻ ഡോക്ടറാണ്. ബട്ട് മാമനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നിനക്ക് സൈക്കോളജി കുറേ കൂടി നല്ലൊരു ഫീൽഡായിരിക്കും. നീ ലൈക്ക് യു ഹാവ് ദറ്റ് ടാലൻറ്റ് ടു കണക്ട് വിത്ത് പീപ്പിൾ വെരി ഫാസ്റ്റ്. അത് ഒബ്സർവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ സൈക്കോളജി സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് എൻട്രൻസിൽ വളരെ മാർക്ക് കുറഞ്ഞു. ഞാൻ ഒരു വർഷം സൈക്കോളജി വെറുതെ ജോയിൻ ചെയ്യാം, ആഫ്റ്റർ കോളേജ് ഐ വിൽ എൻട്രൻസ് കോച്ചിങ്ങിന് പോകാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അന്ന് തന്നെ എനിക്ക് UC കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയത്, മെറിറ്റിൽ തന്നെ. പക്ഷെ ആ ഡിപ്പാർട്ട്മെൻറ്റിനു അത് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ഹാവ് ഓൾ ദോസ് ടീച്ചേഴ്സ്. വളരെ ഫ്രണ്ട്ലി ആയിട്ടും വളരെ കണക്ട് ചെയ്യുന്നതും, ഓരോ വ്യക്തികളും ടാലൻറ്റഡ് ആണെന്നും എവ്രി ഇൻഡിവിജ്വൽസ് ആർ പോസിബിലിറ്റി ടു ദിസ് വേൾഡ് എന്ന് ചിന്തിക്കുന്ന, അതിന് എത്ര വേണമെങ്കിലും അവർ ഏതറ്റം വരെ എൻ്റെ ടീച്ചേഴ്സ് സ്റ്റാൻഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു സൊസൈറ്റി ആയിരുന്നു സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഡിസൈഡ് ചെയ്തു, ഞാൻ അവരെ പോലെ ഒരു വ്യക്തിയാകും, അല്ലെങ്കിൽ ഞാൻ അവരെ പോലെ എന്നാൽ പറ്റുന്ന രീതിയിൽ ഞാൻ എന്നെ മോൾഡ് ചെയ്തെടുക്കും എന്ന് ഞാൻ ഡിസൈഡ് ചെയ്തതാണ്. സോ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു, അല്ലെങ്കിൽ ഞാൻ റൈറ്റ് സമയത്ത് റൈറ്റ് ഒരു എൻവയോൺമെൻറ്റിൽ കിട്ടി, ആൻഡ് ഐ ഗോട്ട് ഓൾ ദ റൈറ്റ് ടീച്ചേഴ്സ് ആൻഡ് ദാറ്റ് ചേഞ്ച്ഡ് മീ. സോ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് കോളേജ്. വിദ്യാർത്ഥികൾക്കിടയിൽ കൗൺസിലിംഗ് എന്നതിലുപരി മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് മാം നമ്മുടെ കോളേജിൽ ചെയ്യുന്നത്? കൗൺസിലിംഗ് മാത്രമല്ല ഞാൻ ചെയ്യുന്നത്, നമ്മൾ കോളേജിലെ ലൈഫ് സ്കിൽസ് ട്രെയിനിങ്. ഈ ലൈഫ് സ്കിൽസ് എന്ന് പറയുമ്പോൾ ഇമോഷൻസ് മാനേജ് ചെയ്യാൻ, അതുപോലെ ഡിസിഷൻ മേക്കിംഗ് സ്കില്ല്, റിലേഷൻഷിപ്പ്. നമ്മൾ കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ റിലേഷൻഷിപ്പ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതിലാണ്. അതിൽ തന്നെ ഹെൽത്തി, അൺഹെൽത്തി, ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സ്, ഇതൊക്കെ നമ്മളെങ്ങനെ മാനേജ് ചെയ്യാമെന്ന് പഠിക്കണതൊക്കെ കോളേജിൽ വരുമ്പോഴാണ്. സോ ഇങ്ങനത്തെയുള്ള ട്രെയിനിങ്സ് കൊടുക്കുക. പിന്നെ അതേപോലെ നോ ടു ഡ്രഗ്സ് പറയാൻ, എങ്ങനെ നോ എന്ന് പറയാൻ പഠിപ്പിക്കുക, അതിനെക്കുറിച്ച് അവയർനെസ് കൊടുക്കുക. അതേപോലെ നമ്മൾ അഗ്ലി ആയിട്ടുള്ള പല ടോപ്പിക്സും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാറുണ്ട്. സോ ഇത് ഒരു ക്ലാസ് റൂം 1-on-1 പോലെ പോകാറുണ്ട്. അത് കൂടാണ്ട് നമ്മളുടെ റേഡിയോ BMC ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് മൈൻഡ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്, അതായത് കോളേജ് കുട്ടികൾക്ക് കൗൺസിലിങ് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചിട്ട് അവർക്ക് കുറേ കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സിനെ കുറിച്ച് സംസാരിക്കുക. പിന്നെ ഇത് കൂടാണ്ട് ഗ്രൂപ്പ് സെഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതേപോലെ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് നമ്മൾ മെൻ്റൽ ഹെൽത്ത് അവെയർനെസ്സിനെ കുറിച്ച് ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ ഈ മന്തിൽ തന്നെ സ്യൂസൈഡ് അവെയർനെസ്, അതായത് സ്യൂസൈഡിനെ എങ്ങനെ നമുക്ക്, ഒരു സോഷ്യൽ കോസാണ് സ്യൂസൈഡ് എന്ന് പറയുന്നത്, അതിനെ നമുക്ക് എങ്ങനെ തടയാം
എന്നതിനെക്കുറിച്ചിട്ട് ടീച്ചേഴ്സിനായിക്കോട്ടെ, കുട്ടികൾക്കായിക്കോട്ടെ, PG സ്റ്റുഡൻസിനായിക്കോട്ടെ അങ്ങനെ ഹെൽപ്പ് കൊടുക്കാറുണ്ട്. സോ ഇത്രയും വാസ്റ്റ് ഏരിയയിലാണ് നമ്മൾ ഡിസ്കഷൻസ്, ക്ലാസ് റൂംസ്, ഗ്രൂപ്പ് സെഷൻസ് എല്ലാം അവെയിൽ ചെയ്ത് കൊടുക്കുന്നത്. സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് ടൈമിംഗ് മാനേജ്മെൻറ്റ്. നമുക്കൊരു കാര്യത്തിന് ഒന്നും നമുക്ക് എത്തണില്ല. ഒരു ദിവസത്തിൽ 24 hours ഉണ്ടെങ്കിൽ ആ 24 hours പഠിക്കാനാണോ അതോ പേഴ്സണൽ ലൈഫിലോട്ടാണോ, അതുകൂടാതെ അവരുടെ മറ്റുള്ള കഴിവുകളിലോട്ടാണോ ഇൻവോൾവ് ചെയ്യേണ്ടത്, എന്തിലോട്ടാണ് അവർ ഇറങ്ങേണ്ടത് എന്ന് അവർക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും, എല്ലാവരെയും പറയുന്നില്ല, ഒട്ടുമിക്ക ആൾക്കാർക്കും അതിന് ടൈം കിട്ടുന്നില്ല. അപ്പോൾ അതിനു വേണ്ടി വിദ്യാർത്ഥികളോട് എന്താണ് മാമിന് പറയാനുള്ളത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് വളരെ വലിയൊരു ക്വസ്റ്റ്യനാണിത്. കുറേ സെഗ്മെൻ്റായിട്ട് നമുക്ക് സംസാരിക്കേണ്ടിയിരിക്കുന്നൊരു വിഷയമാണ്. നമ്മളുടെ സൊസൈറ്റിയിൽ പൊതുവേ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ് ടൈം നന്നായിട്ട് മാനേജ് ചെയ്യണമെന്നാണ് പറയുക. അങ്ങനെയാണ് പൊതുവേ നമ്മളുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ, അതായത് 21th സെഞ്ച്വറിയിൽ അല്ലെങ്കിൽ ഈ സെഞ്ച്വറിയിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ പഠിത്തം മാത്രം പോരാ, അതായത് അക്കാഡമിക് നോളജ് മാത്രം പോരാ. അപ്പോൾ അത് 12th വരെ നിങ്ങൾക്ക് അക്കാഡമിക് നോളജ് ഉണ്ട്, അത് മാത്രം പോരാ. സോ സ്കിൽഡ് ആവുക എന്ന് പറയും. അതായത് ഒരുപാട് സ്കിൽസ് വേണം നമുക്കൊരു ജോലി സ്ഥലത്ത് സർവൈവ് ചെയ്യണമെങ്കിൽ. അതിൽ ആദ്യം എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻറ്റ്. ഇവിടെ മാത്രമല്ല, നമ്മൾ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യണം. എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷമായ കുട്ടികളും കോളേജിൽ ഐ തിങ്ക് 50% ഓഫ് കുട്ടികൾ പഠിത്തം മാത്രം ചെയ്താൽ മതി എന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, അത് മാത്രം പോരാ. മാക്സിമം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ നമ്മൾ എൻഗേജ്ഡ് ആകണം. ഒരുപാട് പുതിയ ചാലഞ്ചസ് നമ്മൾ എടുക്കണം. അതിൽ ഇവിടെ കോളേജ് എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ, നിങ്ങളെ അത് ഡെവലപ്പ് ചെയ്യാൻ, ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. സോ ദാറ്റ് ഈസ് വൺ തിങ്. സോ എത്രത്തോളം നിങ്ങൾ എക്സ്പോഷർ ഉണ്ടാക്കുന്നു അത്രത്തോളം നിങ്ങൾ വൺസ് യുവർ ഔട്ട് ഓഫ് ദ കോളേജ്, നിങ്ങൾ സൊസൈറ്റിയിലേക്ക് നേരെ ഇറങ്ങാൻ പോവുകയാണ്, നിങ്ങൾക്ക് കൂടുതൽ സർവൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ എന്താണ്, ഇപ്പോൾ നിങ്ങൾ ഒരു അസോസിയേഷൻ ഡേ ഓർഗനൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓണം സെലിബ്രേഷൻ ഓർഗനൈസ് ചെയ്യുന്നു. അവിടെ നമുക്ക് ടീം ബിൽഡിംഗ് ഉണ്ട്, പീപ്പിൾ മാനേജ്മെൻറ്റ് ഉണ്ട്, പല പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരായിട്ട് നമ്മൾ ഇടപഴകുന്നുണ്ട്, ടൈം മാനേജ്മെൻറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ ടാലൻ്റ് ഉള്ള കുട്ടികളെ കണ്ടുപിടിച്ച് അവർക്ക് അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. യു ആർ ഡൂയിങ് എ ലോട്ട് ഓഫ് തിങ്സ്. സോ അവിടെ ഒരു എക്സ്ട്രീംലി നിങ്ങളുടെ ഒരു പുതിയ വേർഷനെ നിങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അതൊന്ന്. ഇപ്പോൾ നിങ്ങൾ അക്കാഡമിക് ലെവലിലാണെങ്കിലും പഠിത്തം മാത്രം പോരാ, നിങ്ങൾക്ക് റിസർച്ച് വിങ്ങിലും റിസർച്ച് ഏരിയയിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതുകൂടാണ്ട് നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു ജോലികളിൽ ഏർപ്പെടാം. അതായത് ആഫ്റ്റർ കോളേജ് ജോലിക്ക് പോകാം. ജോലിക്ക് പോകുമ്പോഴും ഇതേപോലെ തന്നെ ലോയലിറ്റി, കമ്മിറ്റ്മെൻറ്റ്, അക്കൗണ്ടബിലിറ്റി, ഈ സ്കിൽസൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. സോ ഇത് മൂന്നുമുള്ള കുട്ടികൾ, അതായത് അക്കാഡമിക് ലൈഫ്, പേഴ്സണൽ ലൈഫും അതേപോലെ ജോബ് ലൈഫും ഉള്ളത് വളരെ കുറച്ച് കുട്ടികളാണ്. സോ ഇതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കേണ്ടത്, എന്താണ് എൻ്റെ ചോയ്സ്? എൻ്റെ ഡെവലപ്മെൻ്റ് ആണോ എൻ്റെ ചോയ്സ് എന്നുള്ളതാണ്. എൻ്റെ ഡെവലപ്മെൻറ്റ്, അതായത് ഹെൽത്തി ഡെവലപ്മെൻറ്റിൽ ഞാൻ എന്തൊക്കെ കാര്യത്തിൽ ഇൻവോൾവ് ആയിരിക്കണം, അതാദ്യം ചൂസ് ചെയ്യണം. ഭൂരിപക്ഷം കുട്ടികൾ എന്താ ചെയ്യുക, ഏറ്റവും കൂടുതൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് റീൽസ് നോക്കുന്നതിലാണ്. അതായത് കൂടുതലും ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലാണ് അവർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗെയിമിങ്ങിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് സ്കില്ലാണ് കിട്ടുക? അത് ചില കുട്ടികൾ നമ്മളെ അടുത്ത് ഫൈറ്റ് ചെയ്യാറുണ്ട്, അവർക്ക് എന്തൊക്കെയോ സ്കില്ല് കിട്ടുന്നുണ്ടെന്നുള്ളത്. സോ ചൂസ് യുവർ ടൈം വൈസ്ലി എന്നുള്ളതും, എങ്ങനെയാണ് എൻ്റെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ബിൽഡ് ചെയ്യേണ്ടതെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിൽ നമ്മൾ ഷോ അപ്പ് ചെയ്യുക. യു ഹാവ് ടു ഷോ അപ്പ്. അത് നമ്മൾ അൺകംഫർട്ടബിൾ ആവുന്നൊരു കാര്യമാണ്. എനിക്ക് 10 ആൾക്കാരുടെ മുമ്പിൽ ഒരു കാര്യം അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊരു കുട്ടി പറയുമ്പോൾ അവിടെ നമ്മൾ ഒരു ക്ലാസ് റൂം ലീഡർഷിപ്പോ അല്ലെങ്കിൽ ഒരു ഓണം സെലിബ്രേഷനോ നമ്മൾ ലീഡ് ചെയ്യുമ്പോൾ നമ്മൾ അൺകംഫർട്ടബിളാണ്. ആ അൺകംഫർട്ടബിലിറ്റിയിലാണ് ലേണിംഗ് നടക്കുന്നത്. ആ ലേണിംഗ് ആണ് ഒരു സ്കില്ലായിട്ട് മാറുകയും നീ ജോലി സ്ഥലത്ത് പോകുമ്പോൾ നിനക്ക് പല ആൾക്കാരെയും മിങ്കിൾ ചെയ്യിക്കാൻ പറ്റുന്നത്. സോ മേക്ക് യുവർ സെൽഫ് അൺകംഫർട്ടബിൾ and choose wisely your what should be my personal growth. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിന് ഏറ്റവും നല്ലത് ജോലിക്ക് പോകുക എന്ന് പറയും. പക്ഷേ ജോലിയിൽ നിന്ന് നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ ജോലി കിട്ടാൻ ഭയങ്കര, ആഫ്റ്റർ കോളേജ് ജോലി കിട്ടാൻ ടൈമൊക്കെ ഭയങ്കര കുറവുണ്ട്, അതില്ല. പിന്നെ
ആ ജോലി മാത്രം പോരല്ലോ, നമുക്ക് പല പല സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ കോളേജ് വിദ്യാഭ്യാസം അല്ലാണ്ടും പുറത്തും നമുക്ക് കുറച്ച് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പോവാം. ഇപ്പോൾ മ്യൂസിക് സ്കില്ല് കൊണ്ട് മാത്രം നമുക്ക് ജോലി കിട്ടാറുണ്ട്. അപ്പോൾ പല സ്കിൽസും നമ്മൾ മാനേജ് ചെയ്യണം. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കില്ലെന്ന് പറയുന്നത് സെൽഫ് കെയറിങ് സ്കില്ലാണ്. നമ്മൾ റെസ്പോൺസിബിലിറ്റി എടുക്കുക. എൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാനാണ്, എൻ്റെ റെസ്പോൺസിബിലിറ്റി അമ്മയ്ക്കും അച്ഛനും കൊടുക്കാണ്ടിരിക്കുക. അതിലെന്താണ് സെൽഫ് കെയർ, ഡെയിലി കുളിക്കുക, അല്ലെങ്കിൽ ഡെയിലി നമ്മളെ ഗ്രൂം ചെയ്തിട്ട് വരിക, പ്രസൻറ്റബിൾ ആവുക. ദെൻ ഹെൽത്തി ഭക്ഷണങ്ങൾ കഴിക്കുക, ഹെൽത്തി സ്ലീപ്പ് സൈക്കിൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ലീപ്പ് സൈക്കിൾ ഉണ്ടാക്കുക. ഇപ്പോൾ കുട്ടികൾക്ക് സ്ലീപ്പ് സൈക്കിൾ ഇല്ല. ഇതൊരു 10 years നിങ്ങൾ സ്ലീപ്പ് സൈക്കിൾ ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് മെമ്മറി പ്രോബ്ലംസ് വരും. സോ ഞാൻ എന്തൊക്കെ വന്നാലും 11 o'clock ഞാൻ കിടന്നുറങ്ങിയിരിക്കും. ഉറക്കം, ഹെൽത്തി ഫുഡ്, ഹെൽത്തി ആയിട്ട് ഫിസിക്കലി മെയിൻറ്റെയിൻ ചെയ്യുക, ആൻഡ് ഹെൽത്തി ആശയങ്ങളിൽ ഇൻവോൾവ് ആവുക. ഇത്രയും നമ്മൾ എഫേർട്ട് ഇട്ടാൽ മാത്രമേ വരുള്ളൂ. സോ ടൈം എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം ഇമ്പോർട്ടൻറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണല്ലോ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ടൈം മാനേജ്മെൻറ്റ് ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഹഡിൽസ് ഉണ്ടാകും. അതായത് ചില ദിവസം നിങ്ങൾ അക്കാഡമിക്സിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, ചില ദിവസം നിങ്ങൾക്ക് വർക്ക് ലൈഫിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ബട്ട് ഓവറോൾ ഡെവലപ്മെൻറ്റ് വാട്ട് ഈസ് ഹാപ്പനിങ്, യു ആർ ഇംപ്രൂവിങ് ടു യുവർ ബെറ്റർ സെൽഫ്. സോ അതിന് വിഷമിച്ചിരിക്കാണ്ട് ഇറ്റ്സ് ഓക്കെ. ഇനി വാലിഡേറ്റ് ഇറ്റ്. ഇന്ന് കൊളായി കുറച്ച്, ഇന്ന് എൻ്റെ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്സായിപ്പോയി. നമ്മൾ ആ കോൺസിക്വൻസസ് നേരിടുക, അക്കൗണ്ടബിൾ ആകുക. ടുമോറോ യു ഷോ അപ്പ്. ഇന്ന് ഞാൻ എൻ്റെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തില്ല, ടീച്ചേഴ്സായിട്ട് പോയി സംസാരിച്ച് എങ്ങനെയെങ്കിലും നമ്മളെ സമയം എക്സ്റ്റെൻഡ് ചെയ്യുക. ആൻഡ് ടുമോറോ യു ഷോ അപ്പ്. നമ്മൾ കൊടുത്ത വാക്ക് നമ്മൾ നാളെ അത് കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ വളരുന്നത്. സോ ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് മേക്ക് യുവർ സെൽഫ് അൺകംഫർട്ടബിൾ. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താലാണ് നമുക്കൊരു വർക്ക്, അക്കാഡമിക് ലൈഫ്, അല്ലെങ്കിൽ സ്കിൽസ് ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലോട്ട് നമ്മൾ മൈൻഡ് സെറ്റ് വരുള്ളൂ. സോ പണ്ടത്തെ കൺവെൻഷനൽ ആയിട്ടുള്ളൊരു തിങ്കിങ്ങിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. ഇപ്പോഴും കുട്ടികൾക്ക് അത് തന്നെയാണ് ചിന്തിക്കുന്നത്. കുട്ടികളും ചിന്തിക്കുന്നത് ഞാൻ പഠിച്ചാൽ മാത്രം മതി, ഇത്ര സമയത്ത് ഇത്ര വെച്ചാൽ അച്ഛനും അമ്മയൊക്കെ ഹാപ്പിയാണ്. അതല്ല, അത് കൂടാണ്ട് നിങ്ങൾ എത്രത്തോളം സ്കിൽഡ് ആകുന്നു അത്രത്തോളം നിങ്ങൾക്ക് ജോലി സുരക്ഷിതമാണ്. സോ ദിസ് ഈസ് സംതിങ് ഐ വോണ്ട് ടു ടെൽ യു. ഇന്ന് വിദ്യാർത്ഥികൾ നേരിടുന്ന മാനസിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് മാമിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ മാമിന് പറയാൻ വേണ്ടി പറ്റുക? അഡോളസൻസ് ഏജ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ കോളേജിൽ വരാമെന്ന് പറഞ്ഞാൽ 17 years അല്ലെങ്കിൽ 17 years to 21-25 years ആണ് ആ ഒരു ബാൻഡ് വിഡ്ത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ അഡോളസൻസ് എന്ന് കഴിയുകയും ചെയ്തു, അല്ലെങ്കിൽ ടീനേജ് ആണ്, എന്നാലും നിങ്ങൾ കോളേജ് വിദ്യാർത്ഥികളാണ്. അപ്പം നമ്മളെ സൊസൈറ്റി നമ്മളെ കുറച്ചും കൂടിയും അഡൽട്ടായിട്ടൊക്കെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്പേസാണ് ഇവിടെ. ഒരു വലിയ ട്രാൻസിഷനാണ് ആക്ച്വലി നടക്കുന്നത്. അപ്പം നമ്മൾ വിചാരം കോളേജിൽ ഞാൻ വരുമ്പോൾ ഞാൻ ഭയങ്കര സംഭവമാണ്, കോളേജിൽ എനിക്ക് ഫ്രീഡം ഉണ്ട്, ഒക്കെ സത്യം തന്നെയാണ്. അപ്പം ഈ ഒരു ട്രാൻസിഷൻ നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത് അത് ഭയങ്കര ചലഞ്ചിങ് ആണ്. ആൻഡ് എല്ലാവരും നമുക്കിതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ക്യാമ്പസിൽ വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫണ്ണി പാർട്ട് എന്ന് പറയുന്നത്. സോ കുട്ടികളുടെ ഇടയിൽ ഞാൻ കാണാറുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസിഷൻ കുറച്ചും കൂടി സ്മൂത്തായിട്ട് നമുക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റം അത്രയ്ക്കും ഫ്ലെക്സിബിൾ അല്ല. എന്ന് വെച്ചാൽ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാണ്. ഒരു 3 months 6 months ആണ് ഒരു സെം എന്ന് പറഞ്ഞാലും അതിന് കഷ്ടി നമുക്കൊരു 60 daysോ അല്ലെങ്കിൽ 90 daysൊക്കെയാണ് നമുക്ക് ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് എല്ലാം പഠിക്കാൻ കിട്ടുന്നത്. അതിൽ തന്നെ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ. സോ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല എങ്ങനെയാണ് ഇത്രയും എമൗണ്ട് ഓഫ് സ്റ്റഡീസിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകണമെന്നുള്ളത്. സോ അക്കാഡമിക്സിൽ നമുക്ക് കുറേ ക്ലാരിറ്റി കുറവുണ്ട്. കാരണം സ്കൂളിൽ നിന്ന് നമ്മൾ കോളേജിൽ വരുന്നു, സ്പൂൺ ഫീഡിങ് ഇല്ല, ടീച്ചേഴ്സ് നിങ്ങളുടെ പിന്നാലെ നടന്ന് ഇത്രയ്ക്കും പഠിക്കണം എന്നുള്ളൊരു ഓറിയൻറ്റേഷൻ നിങ്ങൾക്ക് തരുന്നില്ല. സോ നിങ്ങൾക്ക് ഫുൾ ഫ്രീഡം ഉണ്ട് എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്നുള്ളതിൽ. അപ്പോൾ ഈ ഫ്രീഡം കിട്ടിയിട്ട് അതെങ്ങനെ മാനേജ് ചെയ്യേണ്ടതെന്ന് മിക്ക കുട്ടികൾക്ക് അറിയില്ല. സോ ഇവിടെ കുറേ പ്രശ്നങ്ങൾ വരും. നമ്മളോട് തന്നെ നമ്മൾ അക്കാഡമിക്സ് ആയിരുന്നു ഇത്രയും കൊല്ലം നമ്മളെ സ്ട്രെങ്ത് ആയിരുന്നത്. അവിടെ കുറേ ഡിഫിക്കൽട്ടീസ് വരുമ്പോൾ നമ്മൾ കുറേയൊക്കെ ചില കുട്ടികളൊക്കെ അവരവരെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങും, അവരവരെ കുറ്റപ്പെടുത്താൻ തുടങ്ങും.
മിക്ക കുട്ടികളും കുറച്ചുകൂടി സ്മാർട്ടായിട്ട് ഇതിനെ ടാക്കിൾ ചെയ്യാനും പഠിക്കും. സോ എങ്ങനെ നമ്മൾ സ്റ്റഡീസിനെ സ്മാർട്ടായിട്ട് എങ്ങനെ ടാക്കിൾ ചെയ്യുന്നുള്ളതാണ് കോളേജിൽ വരുമ്പോൾ നമ്മൾ ആക്ച്വലി ചിന്തിക്കേണ്ട കാര്യം. സോ ഇവിടെയൊക്കെ കുറേ ഹഡിൽസ് സ്റ്റഡീസിൻ്റെ കാര്യത്തിൽ തന്നെ വരുന്നുണ്ട്. അതിൽ തന്നെ സ്റ്റഡീസിൽ തന്നെ ക്ലാരിറ്റി, ഞാൻ എന്തിനാണ് അത് പഠിക്കണത്, ഇതിൻ്റെ ഒരു ഫ്യൂച്ചറിലേക്ക് വേണ്ട സ്കിൽസ് എന്തൊക്കെയാണ്, അതൊക്കെ എവിടെ നിന്ന് എനിക്ക് എക്സ്പോഷർ കിട്ടും, ഇങ്ങനെയൊന്നും നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല. കൂടുതലും കുട്ടികളും മാർക്ക് മാത്രമായിരിക്കും ഫോക്കസ് ഉണ്ടാവുക. അതിനപ്പുറം നമ്മൾ എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. ഇവിടെയൊക്കെ നമ്മൾ ഫെയിലിയർ ആയിട്ടുണ്ടാവും. ഈ ഫെയിലിയറിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പഠിക്കുന്നത് വലിയൊരു ചലഞ്ചാണ്. ആദ്യമായിട്ട് ലൈഫിൽ തോറ്റിട്ടുള്ള കുട്ടികൾ ഭയങ്കരമായിട്ട് പെയിൻഫുള്ളായിട്ടാണ് അതിൽ നിന്ന് പുറത്ത് വരാറുള്ളത്. സോ അക്കാഡമിക് സ്ട്രെസ്സ് വളരെ കൂടുതലാണ്. പിന്നെ വീട്ടിൽ നിന്ന് നിങ്ങൾ 3 കൊല്ലം കൊണ്ട് ജോലി കിട്ടണം, അല്ലെങ്കിൽ 4 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടണം എന്നുള്ളൊരു ഡിമാൻഡോട് കൂടിയിട്ടാണ് സൊസൈറ്റിയും വീട്ടുകാരും എല്ലാവരും നിങ്ങളെ കാണുന്നത്. അപ്പോൾ നമ്മളൊരു 3rd ഇയർ ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് നല്ല ടെൻഷൻ ഉണ്ട്. പേപ്പറൊന്നും കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല, എല്ലാത്തിലും അത്ര നല്ല മാർക്കില്ല, ജോലിക്ക് ചെയ്യാനുള്ള പക്വത എനിക്കായിട്ടില്ല. ഇതൊരു കുറച്ച് ഭയാനകമായൊരു ഏരിയയിലോട്ടൊക്കെ വരും പിള്ളേർ. സോ സ്റ്റഡീസിൻ്റെ ഏരിയയിൽ ഇത്രയും സ്ട്രെസ്സ് ഞാൻ പിള്ളേരുടെ ഇടയിൽ കണ്ടിട്ടുണ്ട്. എക്സാം സ്ട്രെസ്സ് കണ്ടിട്ടുണ്ട്. പിള്ളേർക്ക് എക്സാം എഴുതുന്ന സമയത്ത് വാസ്റ്റായിട്ടുള്ള ഇത്രയും കണ്ടൻറ്റ് കോംപ്രിഹെൻഡ് ചെയ്തിട്ടില്ല, 1 ടൈം റിവിഷൻ ഞാൻ ചെയ്തിട്ടില്ല. ഇതൊക്കെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരിക്കും. സോ എങ്ങനെയാണ് ആ കൺസെപ്റ്റ് ക്ലാസ് റൂമിൽ തന്നെ മനസ്സിലാക്കി അതിനെ എൻ്റേതായ ലാംഗ്വേജിൽ എഴുതി പിടിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ പഠിത്തം എന്ന് പറയുന്നത്. ആ ലെവലിലോട്ട് നമ്മൾ വളർന്നുള്ളത് ടൈം എടുത്തിട്ടാണ് കുട്ടികൾ മനസ്സിലാക്കുന്നത്. സോ അക്കാഡമിക് സ്ട്രെസ് ഇത്രയുണ്ട്. ഇത് കൂടാണ്ട് നമ്മൾ കുറേ, അതായത് ഒരു പ്രായത്തിലുള്ള നമ്മൾ 17 വയസ്സിൽ അല്ലെങ്കിൽ 18 വയസ്സിൽ ഒരു 250 പിള്ളേരോ അല്ലെങ്കിൽ 450 പിള്ളേരോ നിങ്ങൾ ഒരേ പ്രായത്തിലുള്ള കുട്ടികൾ ഈ ക്യാമ്പസിൽ നിങ്ങൾ കാണുകയാണ്. അപ്പോൾ നമ്മളെക്കാളും സ്മാർട്ടായിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നവരെ കാണാം, നമ്മളെക്കാളും ഉഴപ്പുന്ന ആൾക്കാരെ കാണാം. സോ യു ആർ മിംഗിളിങ് വിത്ത് എ ലോട്ട് ഓഫ് സ്റ്റുഡൻസ്, ലോട്ട് ഓഫ് എന്താ പറയുന്നത്, പേഴ്സണാലിറ്റീസ്. അപ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടാകും. അതായത് ട്രസ്റ്റ്, അക്കൗണ്ടബിലിറ്റി, കമ്മിറ്റ്മെൻറ്റ്, പിന്നെ സത്യസന്ധത, കൈൻഡ്നെസ്, ഇവിടെയൊക്കെ നമുക്ക് ട്രിഗേഴ്സ് ഉണ്ടാകും. ഇവിടെയൊക്കെ നമുക്ക് ലേണിംഗ് ഉണ്ടാകും. പിന്നെ അതേപോലെ നമ്മൾ ഫൈനാൻഷ്യലി അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നു, അത് തിരിച്ച് കിട്ടാണ്ടാകുന്നു. അങ്ങനെ കുറേ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഇവിടെയൊക്കെ നമുക്ക് സ്ട്രഗിൾസ് ഉണ്ടാവാറുണ്ട്. അപ്പം ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു വാസ്റ്റ് എമൗണ്ട് ഓഫ് നോളജാണ് ആക്ച്വലി ക്യാമ്പസ് ലൈഫിൽ കിട്ടാൻ പോണത്. ആൻഡ് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്സ് ഉണ്ടാകുന്നു. അതിൽ തന്നെ ഹെൽത്തി അല്ലാത്ത ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിൽ പെടുകയും അതിൽ നിന്ന് എല്ലാം, അതായത് നിങ്ങളുടെ അക്കാഡമിക്സ്, നിങ്ങളുടെ പേഴ്സണൽ മാനേജ്മെൻറ്റ്, നിങ്ങളുടെ സെൽഫ് ലവ് എല്ലാം തകർന്നു പോകുന്ന പിള്ളേരെ ഞാൻ കാണാറുണ്ട്. ഹെൽത്തി ആയിട്ട് പോകുന്ന റിലേഷൻഷിപ്സും ഉണ്ട്. സോ നിങ്ങൾക്ക് ഇത്രയും എക്സ്പോഷർ റിലേഷൻഷിപ്പിൽ വരുന്നുണ്ട്. ആൻഡ് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ മാത്രമല്ല, കുറച്ചും കൂടിയും എൽഡറായിട്ടുള്ള ടീച്ചേഴ്സായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, പുറത്ത് നമ്മൾ ഒരു ഇൻറ്റേൺഷിപ്പിന് പോകുമ്പോൾ അവിടെ നമ്മൾ കാണിക്കേണ്ട ബിഹേവിയർ എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്പോസ്ഡ് ആവാൻ പോകുന്നത് ക്യാമ്പസിലാണ്. ഇവിടെയൊക്കെ കുറേ ലേണിങ്സ് വരാനുണ്ട്, കുറേ ട്രിഗേഴ്സ്, കുറേ ഫെയിലിയേഴ്സ്. അപ്പം അതിനെയൊക്കെ എന്താ പറയുന്നത്, ഓരോ പ്രോജക്റ്റുകളായിട്ട് കാണുക. ഈ രീതിയിൽ ഞാൻ അപ്രോച്ച് ചെയ്തപ്പോൾ ഈ പ്രോജക്റ്റ് ഫെയിലിയറായി, അപ്പം വേറൊരു അപ്രോച്ചിൽ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. സോ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് കോളേജിൽ കൂടുതലാണ്. പിന്നെ ഏതായിരുന്നു നെക്സ്റ്റ്, നമ്മളുടെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്, അതായത് നമുക്ക് ആങ്സൈറ്റി കൂടുതൽ വരിക, നമ്മൾ ഇമോഷൻസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുക, അൺഹെൽത്തി ആയിട്ടുള്ള തോട്ട്സ് വരുന്നു. ഈ തോട്ട്സിനെ എങ്ങനെ മാനേജ് ചെയ്യേണ്ടതെന്ന് അറിയണില്ല. ഈ അഗ്ലി ആയിട്ടുള്ള തോട്ട്സ് ആരോടെങ്കിലും നമുക്ക് തുറന്ന് പറയാൻ പറ്റാണ്ടിരിക്കുക. അപ്പോൾ ഇവിടെയൊക്കെ കൗൺസിലേഴ്സിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് അതേപോലെ തന്നെ നമ്മളുടെ ഐഡൻറ്റിറ്റി ക്രൈസിസ്, അതിനൊരു ക്ലാരിറ്റി വരുന്നത് ഈ പ്രായത്തിലാണ്. ഇന്ത്യൻ സമൂഹത്തിൽ കുറേയൊക്കെ അവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് ഗ്രൂപ്പോ പിയർ ഗ്രൂപ്പ്സോ ഇല്ലാണ്ടിരിക്കുക. അതായത് LGBTQ വരുന്ന കുട്ടികൾക്കുള്ളൊരു സപ്പോർട്ട് ഗ്രൂപ്പ്സ് വളരെ കുറവാകുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മളുടെ. അവിടെയൊക്കെ ചലഞ്ചസ് വരാറുണ്ട്. ആൻഡ് നമ്മൾ ഫിസിക്കൽ ചേഞ്ചുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ. സോ ഇത്രയും ആണ് എനിക്ക്, എന്താ പറയുക, ഇനിയും കൂടുതലുണ്ട് പറയാൻ, പക്ഷേ ഞാൻ പുതുക്കി സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. സോ ഇവിടെയൊക്കെ ഇത്രയും ചലഞ്ചിങ് ആയിട്ടുള്ള, ഞങ്ങൾ സൈക്കോളജിയിൽ പറയുക ഈ 25 ഇയേഴ്സിലാണ് വരെയാണ് ബ്രെയിൻ്റെ കംപ്ലീറ്റ് ഡെവലപ്മെൻറ്റ് വരുന്നത്. അതിലേറ്റവും ഇങ്ങനെ
ബ്രെയിനിൽ ഇത് എന്താ പറയുക ബോംബ് ഇടുന്നത് പോലെ, അതായത് അത്രയ്ക്കും കോമ്പിനേഷൻസ് ന്യൂറൽ ഡെവലപ്മെൻറ്റ് നടക്കുന്ന പ്രായമാണെന്നാണ് പറയുക. നിങ്ങളെ പേഴ്സണാലിറ്റിയുടെ അടിത്തറയൊക്കെ ഭയങ്കര സ്ട്രോങ് ആകുന്നത് ഈ സമയത്താണ്. സോ ഒരുപാട് ബ്രെയിൻ എനർജി ഉള്ളൊരു സമയമാണ്. സോ അതിനെ ബഹുമാനിക്കണം നമ്മൾ. അങ്ങനെ ബഹുമാനിക്കാറില്ല അഡോളസൻസിന് സമൂഹം ഒരിക്കലും. സോ ഇറ്റ്സ് എ വെരി ടഫ് പീരീഡ് ആൻഡ് ഇന്ത്യയിലും കൂടെയാണ്. സോ ഐ തിങ്ക് ഇവിടെയൊക്കെയാണ് നമ്മളെപ്പോലെയുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉള്ളത്. മാം, ദിസ് ഈസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മൾക്ക് അറിയുന്ന ആൾക്കാർ ആർക്കാണേലും, ഇപ്പോൾ കൂടുതലായിട്ടും വിദ്യാർത്ഥികൾ തന്നെ, ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന് മാനസികമായിട്ട് ആൾ ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യേണ്ടത്? ആക്ച്വലി ഇതിന് വളരെ സിമ്പിളായിട്ടുള്ള ആൻസർ ഉണ്ട്. നോൺ ജഡ്ജ്മെൻ്റലായിട്ട് ലിസൺ ചെയ്യുക എന്ന് പറയും. അത് ഒരു സിമ്പിൾ വേർഡാണ്, പക്ഷെ അത് വളരെ വലിയൊരു എന്താ പറയുക ഒരു ലേണിംഗ് ആണ്. അതായത് ഒരിക്കലും കുറ്റപ്പെടുത്താതെയും അവരുടെ സ്ട്രെസ്സിനെ കേൾക്കാനിരിക്കുക എന്ന് പറയും. കേൾക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സൊല്യൂഷൻസ് കൊടുക്കാതെ ആക്റ്റീവ് ലിസണിങ് എന്ന് പറയും. സോ ആക്റ്റീവ് ലിസണിങ്ങിൽ തന്നെ കുറേ ഹീലാവാറുണ്ട്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്റ്റീവ് ലിസണിങ് ആണ്, വിത്തൗട്ട് ഗിവിങ് എനി സൊല്യൂഷൻസ്, എനി പെർസെപ്ഷൻസ്. നമ്മളുടെ കുറേ ഐഡിയാസും കാര്യങ്ങളൊന്നും പറയാണ്ട് ലിസൺ ചെയ്യുക. ലിസൺ ചെയ്ത് ഇതിലൂടെ നീ കടന്നു പോകുമെന്നും ഒരു പോസിറ്റീവ് സ്ട്രോക്ക് എടുത്ത് യു ക്യാൻ ഹാൻഡിൽ ദിസ്. അതായത് പോസിറ്റീവ് സ്ട്രോക്കിൽ തന്നെ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക. അപ്പം അവരുടെ ഹഡിൽസ് ചിലപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില കുട്ടികൾക്ക് കാലത്ത് എനിക്ക് ബെഡിൽ നിന്ന് എനിക്ക് പല്ല് കഴിക്കുന്നത് വേറെ ചിലപ്പോൾ ഒരു ഹഡിലായിരിക്കും. അത് നമ്മളടുത്ത് ഒരു കുട്ടി പറയുമ്പോൾ പിന്നെ എന്തത് അങ്ങനെ പെട്ടെന്ന് ജഡ്ജ് ചെയ്യുമ്പോൾ അവർക്ക് പിന്നെ നമ്മളുടെ അടുത്ത് വരില്ല. ഓക്കെ, ഐ നോ യു ആർ ഗോയിങ് ത്രൂ എ ലോട്ട് ഓഫ് തിങ്സ്, പക്ഷേ ഐ എം ഹിയർ ഫോർ യു. അതായത് ആ കുട്ടിയുടെ കൂടെ നമ്മൾ ആ പെയിൻ്റെ കൂടെ വിത്തൗട്ട് കമൻറ്റിങ് ജസ്റ്റ് ബീയിങ് ദെയർ. ദാറ്റ് ഈസ് വൺ ബ്യൂട്ടിഫുൾ സ്റ്റെപ്പ്. ആൻഡ് അത് നിങ്ങൾ അത് അത് എപ്പോഴും പഠിച്ചിരിക്കേണ്ട ഒരു സ്കില്ലാണ്. രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ നമ്മളെ അവർ ട്രസ്റ്റ് ചെയ്യുന്നോ വിശ്വസിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടാൻ പറയുക. ഓക്കെ, നമ്മൾ കോളേജിൽ അങ്ങനത്തെ ഫെസിലിറ്റീസ് ഉണ്ടാകാം, അല്ലെങ്കിൽ പുറത്തുള്ള ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ഹെൽപ്പിലോട്ട് തേടാൻ പറയുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് കുറച്ചും കൂടി പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സ്കിൽസുള്ള ആൾക്കാർ നമ്മളെ ചുറ്റുമുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നമുക്ക് കംഫർട്ടബിൾ അല്ല, നമുക്ക് സംസാരിച്ചിട്ട് ആ കുട്ടിക്ക് മൂവ് ചെയ്ത് ഒരു പ്രൊഫഷണൽ ഹെൽപ്പിലോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ ഗൈഡൻസ് ഒക്കെ കൊടുക്കുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റും നമുക്കറിയാലോ. കുറച്ചും കൂടിയും പ്രോബ്ലം സോൾവിങ് സ്കിൽസ് നന്നായിട്ടുള്ള ആൾക്കാരെ നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തോട്ട് കണക്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. പക്ഷേ ചില ആൾക്കാർക്കൊക്കെ നമ്മൾ തന്നെയായിരിക്കും കംഫർട്ടബിൾ ആവുക. നമ്മൾ ഡ്രെയിൻഡ് ഔട്ട് ആവാണ്ടിരിക്കാൻ നമ്മളും ശ്രമിക്കുക. അവൻ ഒരു ഇമോഷണൽ ടർമോയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഹിയർ ചെയ്യുന്നു, എനിക്ക് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള മനസ്സിലാക്കിയിട്ട് വേണം അവിടെ ഇരിക്കാൻ. ആൻഡ് എൻകറേജ് ദം ടു ടേക്ക് എ ഹെൽപ്പ്. So that is the best thing you can do. Thank you ma'am, thank you for your valuable time. So guys, അപ്പോൾ നമുക്ക് മാമിൻ്റെ ഈ ഒരു സംസാരത്തിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റി. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ മാം നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. എല്ലാവരും ഇത് റിയൽ ലൈഫിൽ, നിങ്ങളുടെ ഡെയിലി ലൈഫിൽ റുട്ടീനിൽ നിങ്ങൾ ഇത് ഉൾപ്പെടുത്തുക. ഞാനും ശ്രമിക്കുന്നതായിരിക്കും. So guys, this is Radio BMC and it's me RJ Rania. മാസല്ലമോനെ, ഇത് മനസ്സാണ്. Radio BMC.